രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയതും അത് കഴിഞ്ഞിട്ട് പാലക്കാട് തിരിച്ചെത്തിയതും അത് കഴിഞ്ഞ് പാലക്കാട്ട് വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും അതും കഴിഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലോടുകൂടി അയാൾ സസ്പെൻഷനിലായിരുന്നിട്ട് പോലും അയാൾ സജീവമായി ഇറങ്ങിത്തിരിക്കുന്നതും കാണുമ്പോൾ ഈ അന്തംഗമ്മികൾക്കും ഈ CJP കൂട്ടുകെട്ടിനും ഈ പറയുന്ന സംഘപരിവാറിനും ഒക്കെ നല്ലോണം പൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. രാഹുലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ സംസാരിക്കുന്ന വീഡിയോയിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളാണെങ്കിലും അതിൻ്റെ താഴെയും വന്ന് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്ന ഒരുപാടധികം അന്തംഗമ്മികളെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത രാഹുലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വീഡിയോയിൽ താഴെ വന്ന കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് അത് കുറച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ കമന്റ് ഇപ്രകാരമാണ്: രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീട്ടിൽ അയാൾ മാങ്ങാണ്ടി കിളിർപ്പിച്ചെന്ന് കേൾക്കുന്നത് ശരിയാണോ? അവർ ഇനി കോവക്ക വേണ്ടെന്നാണ് പറയുന്നത്, മാങ്ങാണ്ടി സൂപ്പറാണെന്നാണ് അവർ പറയുന്നത്, ശരിയാണോ സേട്ട എന്നാണ് ജയൻ എന്ന് പറയുന്ന ഒരു അന്തംഗമ്മിയുടെ ചോദ്യം. എന്ന് പറഞ്ഞാല് നമ്മൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോകളിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ അസഭ്യവർഷം നടത്തുകയാണ് അന്തംഗമ്മികൾ. അത് എൻ്റെ വീഡിയോയിൽ മാത്രമല്ല കേട്ടോ, പല രാഹുലുമായി ബന്ധപ്പെട്ട വീഡിയോകളിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പല പോസ്റ്റിന് താഴെയും ഇത്തരത്തിൽ അന്തംഗമ്മികളുടെ നിലവിളി ഒരുപാടധികം കേൾക്കാമെന്നുള്ളതാണ്. അതിനുള്ള കാരണം ഈ പറയുന്ന അന്തംഗമ്മികൾക്ക് രാഹുലിനെ കാണുമ്പോൾ തന്നെ കുരുവട്ടി ഒലിക്കുന്നുണ്ട്. കാരണം ഇവർ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവർ ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടണമെന്നോ എന്നല്ല ആഗ്രഹിച്ചത്. ഇവർ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയത് അത്രയും ഇവർ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം കോൺഗ്രസ് ഇയാളെ നടപടിയൊന്നും എടുക്കാതെ സംരക്ഷിച്ച് പിടിക്കണമെന്നാണ് ഇവർ ആഗ്രഹിച്ചത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർക്കത് വലിയ ഒരു ഇഷ്യൂ ആക്കി കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ. കാരണം കോൺഗ്രസ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യമായിരിക്കും ഇവർക്ക് പറയാനുണ്ടാവുക. പക്ഷേ കോൺഗ്രസ് നടപടിയെടുത്തു, കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് രാഹുലിനെതിരെ ഇവർ എന്താണോ ഉദ്ദേശിച്ചത്, ഇവരുടെ ഉദ്ദേശം നിറവേറ്റാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ സങ്കടം ഇവരെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഈ കമ്മികൾ. ഇവർ ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വീട്ടിലൊക്കെ രാഹുൽ വന്നിട്ട് മാങ്ങാണ്ടി കിളിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനുള്ളൊരു മറുപടി ആ കമന്റിന് താഴെ എൻ്റെ വീഡിയോ കാണുന്ന മറ്റൊരു പ്രേക്ഷകൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ മറുപടി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഈ കമന്റിനുള്ള മറുപടി നമ്മുടെ പ്രേക്ഷകർ തന്നെ വേണ്ടുവോളം കൊടുക്കുമ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാ മറ്റൊരു കമന്റ് മറുപടി കൊടുക്കുന്നത്? ആ മറുപടി കമന്റ് ഇപ്രകാരമാണ്: നിന്റെ വീട്ടിലുള്ള വേശ്യകളോട് പോയി ചോദിക്ക്, ആണത്തമില്ലാത്ത നിന്നെ പോലത്തെ ചെറ്റകളുടെ വീട്ടിൽ പലതും കിളിർക്കും, പക്ഷേ അത് കണ്ട അലവലാതി കമ്മികളുടേതായിരിക്കും എന്ന് മാത്രം. ഇത് തന്നെയാണ് എൻ്റെ കമന്റിൽ, എൻ്റെ വീഡിയോ ബോക്സിൽ, എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഇത്തരത്തിലൊരു കമന്റ് ഇട്ട വ്യക്തിയോട് എനിക്കും പറയാനുള്ളത് ഇത്ര മാത്രം തന്നെയാണ്. അതിനപ്പുറം ഒരു കമന്റും എനിക്ക് അതിനോട് മറുപടി പറയാനില്ല. എന്താണെങ്കിലും ഇവരുടെ ഒക്കെ ഈ കുരുപൊട്ടൽ അത് കാണാൻ നല്ലൊരു ചേലാണ്. അത് കാണുമ്പോൾ നമുക്കതിലേറെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ വിജയിപ്പിച്ചു വിട്ട പാലക്കാട്ടെ ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ അയാളെ അടിച്ച് മൂലക്കിരുത്തണമെന്ന് ആഗ്രഹിച്ചവർക്ക് വലിയ ഒരു മറുപടി അയാൾ പ്രവൃത്തിയിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വാ കൊണ്ട് സംസാരിക്കാൻ നിൽക്കാതെ, ആരോപണങ്ങൾക്ക് വാ കൊണ്ട് മറുപടി നൽകാൻ നിൽക്കാതെ, അത്തരം വിവാദങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നിൽക്കാതെ അയാൾ തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പാലക്കാട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സജീവമായ ഇടപെടലുകൾ പാലക്കാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ അന്തംഗമ്മികളുടെ അണ്ണാക്കിലെ പിരി വെട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ
ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ പാലക്കാട്ട് രാഹുൽ വന്നാൽ ഞങ്ങൾ ഒലത്തും, ഞങ്ങൾ മൂക്കിൽ വലിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളെ രാഹുൽ പാലക്കാട് എത്തിയതിനു ശേഷം ഇവരെയൊന്നും പാലക്കാട് കാണാൻ പോലുമില്ല. മഷിയിട്ട് നോക്കിയിട്ട് പോലും ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരെയോ ഈ പറയുന്ന സരിനെയോ ഈ പറയുന്ന അന്തംഗാമികളെയോ ഒരുത്തനെയും പാലക്കാട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ പാലക്കാട് എത്തിയതിനു ശേഷം അയാൾ പാലക്കാട് പൊതുമധ്യത്തിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാലക്കാട്ട് വന്ന ദിവസം തന്നെ അയാൾ പാലക്കാട്ട് തന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രദക്ഷിണം തന്നെ വെച്ചു എന്നുള്ളതാണ്. എല്ലായിടത്തും ചുറ്റിക്കറങ്ങി, എല്ലാവരെയും കണ്ടു, കാണേണ്ടവരെയൊക്കെ കണ്ടു, ആളുകളൊക്കെ രാഹുലിനെ കെട്ടിപ്പിടിച്ചു, അയാളെ ഹസ്തദാനം ചെയ്തു, അയാളുമായി സെൽഫി എടുത്തു, ഒക്കെ ചെയ്തു. ആളുകൾ വളരെ ആവേശത്തോടു കൂടി രാഹുലിനെ സമീപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മുന്നിലേക്ക് വന്ന ആളുകളെ അവരുടെ ആവശ്യങ്ങളെയൊക്കെ പരിഗണിച്ചു, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, പാലക്കാടുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായി അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിരിയാരിയിലെ LP സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ പാലക്കാട്ടെ കണ്ണാടിയിലെ ഒരു മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതിനുകൂടാതെ പാലക്കാട് ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ വിവാദങ്ങൾക്ക് തൊട്ടു മുൻപേ അയാൾ തുടങ്ങി വെച്ച പാലക്കാട്ടെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാൾ സജീവമാകുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് KSRTCയുടെ ഡിപ്പോയിൽ ബാംഗ്ലൂരേക്കുള്ള പുതിയ വോൾവോ AC ബസിന്റെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കർമ്മം കൂടി ചെയ്തുകൊണ്ട് അയാൾ വളരെ സജീവമാകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം സജീവമാകുന്നത് കാണുമ്പോൾ രാഹുലിനെതിരെ പടയൊരുക്കം നടത്തിയവരും രാഹുലിനെ വേട്ടയാടാനും മാധ്യമ വിചാരണ നടത്താനും മുന്നിൽ നിന്നവരും ഒക്കെ വളരെ വലിയ അങ്കലാപ്പിലാണ്. കാരണം അവർ ഉദ്ദേശം എന്ന് പറയുന്നത് രാഹുൽ ഇത്തരത്തിൽ ഒരു പൊതുമധ്യത്തിൽ ഉണ്ടാവരുത് എന്നായിരുന്നു ഇവരൊക്കെ ആഗ്രഹിച്ചത്. ബട്ട് ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അയാൾ ആദ്യ ചുവട് നിയമസഭയിലേക്ക് വെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് തിരിച്ചെത്തുന്നു. പാലക്കാട് തിരിച്ചെത്തി എന്ന് മാത്രമല്ല, പാലക്കാട് തന്നെ തടയും, തന്നെ ഒലത്തും എന്ന് പറഞ്ഞവർക്ക് മുന്നിലൂടെ അയാൾ നെഞ്ചും വിരിച്ച് നടക്കുന്നു. പാലക്കാടിന്റെ പ്രവർത്തനങ്ങളിൽ അയാൾ വളരെ സജീവമായിട്ട് ഇടപെടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഒരു അന്തംഗമ്മി എന്നുള്ള നിലക്ക് ഏതൊരു സഖാവിനും വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനസികമായി തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. കാരണം ഇവരൊക്കെ ആഗ്രഹിച്ചത് രാഹുല് ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇവർക്ക് തെറ്റിയത്. ഇവർക്ക് തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ടതായിരുന്നു, രാഹുലിനെതിരെ ഈ ആരോപണം ഉയർന്ന ഉടനെ തന്നെ കോൺഗ്രസ് ഒരു വളരെ വളരെ വ്യക്തമായ ഒരു നിലപാട്, അതിലേറെ വളരെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി എന്നുള്ളത് തന്നെയാണ്. രാഹുലിനെ സംരക്ഷിക്കാൻ ഇതിലും വലിയ ഒരു നീക്കം മറ്റൊന്നില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ MLA സ്ഥാനമാണ് സംരക്ഷിക്കേണ്ടത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയ ആ MLA സ്ഥാനമാണ് സംരക്ഷിക്കേണ്ടത്. അത് സംരക്ഷിക്കാൻ കോൺഗ്രസിന് മുന്നിലുണ്ടായ വഴി എന്ന് പറയുന്നത് അയാൾ വഹിക്കുന്ന സംഘടനാപരമായ ഒരു പദവി അയാളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി അയാൾക്കെതിരെ നടപടി എടുത്തു എന്നുള്ള ഒരു പ്രതീതിയും ഉണ്ടായി. അയാളെ സംരക്ഷിക്കലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് മാറി. ഇത് മനസ്സിലാക്കിയവര് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു നടന്നു. പക്ഷെ അതൊന്നും എവിടെയും മേറ്റില്ല. കോൺഗ്രസ് ഫസ്റ്റ് ഡേയിൽ തന്നെ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾക്കാരുടെ വായ അടപ്പിക്കുന്ന രീതിയിൽ ഒരു നടപടി എടുത്തുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു, ഇനി ഇതിൽ സംസാരമില്ല എന്നുള്ള കാര്യത്തിൽ ആ ചാപ്റ്റർ അവിടെ ഉടനടി ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടാലും നമ്മൾ കോൺഗ്രസ് അയാളെ ഒറ്റപ്പെടുത്തിയതുപോലെ തോന്നുമെങ്കിലും ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഒരു അന്തംഗമ്മിയുടെ ഉള്ളു പിടയും, അവൻ രോഷാകുലനാവും, അവൻ അസ്വസ്ഥനാകും. ഇതൊക്കെ ഈ അസ്വസ്ഥതകളൊക്കെ എവിടെ തീർക്കുമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ രാഹുൽ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന വീഡിയോക്ക് താഴെ, അതല്ലെങ്കിൽ രാഹുൽ പോസ്റ്റ് ചെയ്യുന്ന ചില പോസ്റ്റുകൾക്ക് കമന്റ് ബോക്സിലൊക്കെ വന്നുകൊണ്ട് ഇത്തരത്തിൽ അസഭ്യവർഷം നടത്തിക്കൊണ്ട് ആ ഒരു വേദന, ആ ഒരു സങ്കടം മറച്ചു പിടിക്കാനുള്ള വഴികളാണ് അന്തംഗമ്മികൾ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അന്തംഗമ്മികൾ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. രാഹുൽ ഊർജ്ജസ്വലായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഇനിയും സംസാരിക്കും. കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, മറുപടികൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. പിന്നെ
പിന്നെ വീട്ടിലിരിക്കുന്നവരെയും നമ്മുടെ ജീവിത പങ്കാളികളെയും ഒക്കെ അസഭ്യം പറയുകയാണ് അവരുടെ തീരുമാനമെങ്കിൽ അതവർ തുടർന്നു കൊണ്ടോട്ടെ, നമുക്കതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇവരുടെ വീട്ടിലിരിക്കുന്നവർ ചെയ്യുന്ന രീതികൾ കണ്ട് ശീലിച്ചിട്ട് ഈ കേരളത്തിലുള്ള ബാക്കിയുള്ള എല്ലാ വീടുകളിലും അതാണ് നടക്കുന്നത് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കട്ടെ. അവരുടെ കാഴ്ചകൾ അവർക്കതൊരു ശീലമായിട്ടുണ്ടാകുമായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അവർ അവരുടെ വീട്ടിലെ ശീലങ്ങളെ ബാക്കിയുള്ളവരുടെ ശീലങ്ങളായി കാണരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.